നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ്. മെയ് 2023 ഗ്രീസിൽ നടന്ന അന്താരാഷ്ട്ര ലോങ് ജംപ് മത്സരത്തിൽ സ്വർണം നേടിയത് മുരളി ശ്രീശങ്കർ. ഇന്ത്യയിൽ ഏറ്റവും നീളത്തിലുള്ള കടൽപ്പാലം നിലവിൽ വരുന്നത് മുംബൈ. ഇന്ത്യയിൽ വീട്ടുജോലിക്കാരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി നിയമപരിരക്ഷ നൽകുന്ന ആദ്യ സംസ്ഥാനം കേരളം. 2023 മൂണ്ടൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിൻ്റെ പുതിയ പേര് ലിറ്റിൽ ഇന്ത്യ. ബഹിരാകാശ സഞ്ചാരിയാകുന്ന ആദ്യ അറബ് വനിത റയാന ബർനാവി. 2023 മെയ്യിൽ കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി ടി.യു. ഖാദർ. 2023 പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഉപഗ്രഹ വിക്ഷേപണ കമ്പനി വെർജിൻ ഓർബിറ്റ്. 2023 മെയ്യിൽ ഇന്ത്യയുമായി കുടിയേറ്റ ഉടമ്പടിയിൽ ഒപ്പുവച്ച രാജ്യം ഓസ്ട്രേലിയ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ ആകൃതി ത്രികോണാകൃതി. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് 2022 റൂബി ജൂബിലി പുരസ്കാര ജേതാവ് കമലഹാസൻ. ചലച്ചിത്ര രത്ന പുരസ്കാരം കെ.പി. കുമാരൻ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ. മികച്ച നടി ദർശന രാജേന്ദ്രൻ. മികച്ച ജനപ്രിയ ചിത്രങ്ങൾ നാഥാൻ കേസുകോട്, മാളികപ്പുറം. മികച്ച ചിത്രങ്ങൾ ഹെഡ് മാസ്റ്റർ, B32 മുതൽ 44 വരെ. വായനശാലയുള്ള ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം, വാരണാസി. ഈ അടുത്ത് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഫിജി നേടിയത് നരേന്ദ്രമോദി. ലോക ജാവലിൻ ത്രോ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് നീരജ് ചോപ്ര. സ്കൂൾ കെട്ടിടങ്ങളും വാട്ടർ ടാങ്കും പരിസരവുമടക്കം വൃത്തിയാക്കി ചെടികൾ വച്ചുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഹരിത വിദ്യാലയം, ശുചിത്വ വിദ്യാലയം. 2023 അമ്പെയ്ത്ത് ലോകകപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം പ്രഥമേഷ് ജവ്കർ. 2023 മെയ്യിൽ അന്തരിച്ച ക്രിക്കറ്റിലും ഹോക്കിയിലും ഒരു രാജ്യത്തിനു വേണ്ടി കളിക്കുക എന്ന അപൂർവ ബഹുമതിക്കുടമയായ ഓസ്ട്രേലിയൻ താരം ബ്രയാൻ ബൂത്ത്. 2022-2023 വർഷത്തെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ കിരീടം നേടിയത് ഗോകുലം കേരള. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ രാജ്യം റഷ്യ. G20 രാഷ്ട്ര കൂട്ടായ്മയുടെ 2023 വിനോദസഞ്ചാര സമ്മേളനത്തിന് വേദിയാകുന്നത് ശ്രീനഗർ. G20 ഭാഗമായി സിവിൽ 20 എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. ചുമട്ടുതൊഴിൽ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പൊതുജനങ്ങൾക്കായി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷൻ തൊഴിൽ സേവ ആപ്പ്. കേരളത്തിലെ ആദ്യ ഇൻ്റർനെറ്റ് അധിഷ്ഠിത ഭരണനിർവഹണ പഞ്ചായത്ത് കാട്ടാക്കട. യുവാക്കൾക്ക് സ്വയം തൊഴിൽ അവസരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപജീവനം നൽകുന്നതിനുമായി രാജീവ് ഗാന്ധി സ്വരോജ്ഗർ യോജന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അവബോധം സൃഷ്ടിക്കാൻ UGC ആരംഭിക്കുന്ന പദ്ധതി സാരഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം ഹിരോഷിമ. കേരളത്തിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതി ഹെൽത്തി കിഡ്സ്. കർണാടകയുടെ പുതിയ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് DK ശിവകുമാർ. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സിദ്ധരാമയ്യ. 2023 കേരള SSLC വിജയശതമാനം 99.70%. ഇന്ത്യയിൽ എന്നാണ് 2000 രൂപയുടെ കറൻസി നോട്ട് റിസർവ് ബാങ്ക് പിൻവലിച്ചത്?
2023 മെയ് 19. 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഹാൻഷ്യ. 2026 ഫുട്ബോൾ ലോകകപ്പിനുള്ള ഫിഫയുടെ ക്യാമ്പയിൻ VR26. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് അവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി സിഖോ കാമോ യോജന എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. മോഖ ചുഴലിക്കാറ്റിൽ നാശം സംഭവിച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷൻ കരുണ. 2023 മെയ് മാസത്തിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളി കെ വിശ്വനാഥൻ. ഇന്ത്യയുടെ പുതിയ നിയമമന്ത്രിയായി നിയമിതനായത് അർജുൻ റാം മേഘ്വാൾ. പ്രമേഹവും രക്താതിസമ്മർദ്ദവുമുള്ള 7.5 കോടി ആളുകളെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതി 75x75. തനിച്ച് താമസിക്കുന്ന വയോജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ ബെൽ സ്ഥാപിച്ച് വിവരമറിയിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ബെൽ ഓഫ് ഫെയ്ത്ത്. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി ആരംഭിക്കുന്ന കേരള പോലീസ് പദ്ധതി പ്രശാന്തി. ഒറ്റപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ദേശീയ സുരക്ഷാ പദ്ധതി എൽഡർ ലൈൻ. 2023 C7 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഹിരോഷിമ. കേരളത്തിലെ അതിഥി തൊഴിലാളികളെ മലയാളം ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി അനന്യ മലയാളം. 2023 മെയ് മാസത്തിൽ അസ്താന റെയിൽവേ ഇടനാഴി കരാറിൽ ഒപ്പുവയ്ക്കപ്പെട്ട രാജ്യങ്ങൾ റഷ്യ, ഇറാൻ. 2023 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് VJ ജെയിംസ്, നോവൽ ആൻറ്റി ക്ലോക്ക്. പട്ടികവർഗത്തിൽപ്പെട്ട അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യവും പോഷകാഹാര ലഭ്യതയും ഉറപ്പുവരുത്തുന്ന കേരള സർക്കാർ പദ്ധതി ജനനി ജന്മരക്ഷ. മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് അവരുടെ പേരിൽ എടുത്തിട്ടുള്ള കണക്ഷനുകൾ അറിയാനും ആവശ്യമില്ലാത്ത വിച്ഛേദിക്കാനും നഷ്ടമായ മൊബൈൽ ഫോണുകൾ കണ്ടെത്താനും വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ സഞ്ചാർ സാഥി. UPSCയുടെ പുതിയ ചെയർമാൻ ആയി നിയമിതനായത് മനോജ് സോണി. MT വാസുദേവൻ നായരുടെ നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടി സാദരം. കേരളത്തിൽ 2023 മുതൽ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17. കുടുംബശ്രീ നിലവിൽ വന്നത് 1998 മെയ് 17. ട്വിറ്ററിൻ്റെ പുതിയ CEO ആയി നിയമിതനായത് ലിൻഡ യാക്കറിനോ. 2023 ലാലിഗ ഫുട്ബോൾ ജേതാക്കൾ ബാഴ്സലോണ. നിങ്ങൾ എന്ന നോവൽ എഴുതിയത് M. മുകുന്ദൻ. ക്രിക്കറ്റിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ച സിഗ്നൽ റൂട്ട് സോഫ്റ്റ് സിഗ്നൽ. ഇന്ത്യയുടെ വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് അശുതോഷ് ദീക്ഷിത്. ആരുടെ ജന്മദിനമാണ് ഗ്രാസ്ഡ് ദിനമായി ആചരിക്കാൻ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചത്? PK ബാനർജി. 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് സൗദി വെള്ളയ്ക്ക. സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക പിങ്ക് പാർക്കുകൾ നിലവിൽ വന്ന നഗരം ന്യൂഡൽഹി. GV രാജ കായിക പുരസ്കാരം. 2023 മികച്ച വനിതാ താരം അപർണ ബാലൻ ബാഡ്മിൻ്റൺ. മികച്ച പുരുഷ താരം M. ശ്രീശങ്കർ. ബഹ്റൈനിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് വിനോദ് K. ജോസഫ്. ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ കോസ്മിക് സ്ഫോടനത്തിൻ്റെ പേര് AT 2021 LWX. 2023 വേൾഡ് നേഴ്സസ് ഡേയുടെ മെയ് 12 പ്രമേയം അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ. ഇരു കൈകൾക്കിടയിൽ ഒരു ബുദ്ധൻ എന്ന പുസ്തകം എഴുതിയത് മധുപാൽ. വിവാദ ചിത്രമായ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനം നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. കേരളത്തിൻ്റെ പുതിയ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പാൾ സെക്രട്ടറി റാണി ജോർജ്.
കുട്ടികൾക്ക് വേണ്ടി ഡിജിറ്റൽ ആരോഗ്യ കാർഡ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. മലപ്പുറം താനൂരിൽ നടന്ന ബോട്ട് അപകടം അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് VK മോഹനൻ. കേരളത്തിലെ ആദ്യത്തെ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് കാസർഗോഡ്. ഈ അടുത്ത് അന്തരിച്ച കേരളത്തിലെ പ്രശസ്ത കൂടിയാട്ട ആചാര്യൻ PK ഗോവിന്ദൻ നമ്പ്യാർ. കാട്ടുതീയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാനഡയിലെ പ്രവിശ്യ ആൽബർട്ട കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ ശ്രീ മികച്ച വനിതാ കായിക താരത്തിനുള്ള 2023 ലോറസ് പുരസ്കാരം ലഭിച്ചത് ഷെല്ലി ആൻഫസർ പ്രൈസ്, ജമൈക്ക. മികച്ച പുരുഷ കായിക താരത്തിനുള്ള 2023 ലോറസ് പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സി. പ്രസവാനന്തര രക്തസ്രവം കൃത്യമായി മനസ്സിലാക്കി ഇടപെടൽ നടത്താൻ വേണ്ടി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ക്ലിനിക്കൽ ട്രയൽ റൺ ഇമോട്ടീവ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഫസറെ അവതരിപ്പിച്ച യൂണിവേഴ്സിറ്റി അമിറ്റി യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം ഛത്തീസ്ഗഡ്. 2023 മെയ്യിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ നാഗൗർ എന്ന സ്ഥലം എവിടെയാണ്? രാജസ്ഥാൻ. രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ മാതാവിന് 6000 രൂപ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. 2023 ലോക റെഡ് ക്രോസ് ദിനത്തിൻ്റെ മെയ് 8 പ്രമേയം എവറിത്തിങ് വി ഡു കംസ് ഫ്രം ദ ഹാർട്ട്. 2023 ONV പുരസ്കാര ജേതാവ് C രാധാകൃഷ്ണൻ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് നേടുന്ന താരം ബാബർ അസം, പാകിസ്ഥാൻ. ദോഹയിൽ നടന്ന 2023 ലെയർ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് നീരജ് ചോപ്ര. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. ലോകത്ത് ആദ്യമായി ഗർഭസ്ഥ ശിശുവിൽ മസ്തിഷ്ക ശസ്ത്രക്രിയ നടത്തി വിജയിച്ച രാജ്യം അമേരിക്ക. ലോക ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് അജയ് ബംഗ, ലോക ബാങ്ക് 14ാം പ്രസിഡന്റ്. 2021-22 വർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇന്നോവേറ്റീവ് സംസ്ഥാനം കർണാടക. 2023 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം നോർവേ. പരാഗ്വേയുടെ പുതിയ പ്രസിഡന്റ് സാന്റിയാഗോ പെന. ഗോവ ആസ്ഥാനമായി ഇന്ത്യയിൽ ആരംഭിക്കുന്ന പുതിയ വിമാന കമ്പനി ഫ്ലൈ 91. പ്രായപൂർത്തിയാകാത്തവരുടെ പാസ്പോർട്ടിൽ പിതാവിൻ്റെ പേര് നിർബന്ധമല്ല എന്ന് ഉത്തരവിട്ട ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി. ഈ അടുത്ത് ഗൂഗിളിൽ നിന്നും രാജിവെച്ച കൃത്രിമ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ജെഫ്രി ഹിൻഡൻ. പെൻഷൻ പ്രായ വർധനയെ തുടർന്ന് പ്രക്ഷോഭം തുടങ്ങിയ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ്. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം 4, മുൻപ് 9 ആയിരുന്നു. 2023 ലോക തൊഴിലാളി ദിനത്തിൻ്റെ മെയ് 1 പ്രമേയം എ സേഫ്റ്റി ആൻഡ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആസ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ആൻഡ് റൈറ്റ് അറ്റ് വർക്ക്. ഏഷ്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ അറബ് സഞ്ചാരി അൽ നയാദി. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആയി ചുമതലയേറ്റത് AK മൊഹന്തി. 2023 വേൾഡ് ചെസ് ചാമ്പ്യൻ ഡിങ് ലിറൻ. ഇൻഷുറൻസ് കമ്പനിയായ LICയുടെ ചെയർമാൻ ആയി നിയമിതനായത് സിദ്ധാർത്ഥ മൊഹന്തി.
ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.